ഇത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഈ കളർ വന്നിട്ടുള്ളത്. ഇത് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഉണക്കമുന്തിരി, കുറച്ച് കാൻബറി, 2-3 പ്രൂൺസ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 നുള്ള് നട്ട്മഗ് പൗഡർ. ഇതിലേക്ക് 1 ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് വെന്ത് വന്ന് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. 2 ഗ്ലാസ് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി അരിച്ചെടുക്കാം. ഇതിനു വേണ്ടി 2 മുട്ട എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജാം ഇട്ട് കൊടുക്കാം. അടിച്ചു വെച്ച മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ച മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു മോൾഡിലേക്ക് മാറ്റാം. ഈ മോൾഡ് കുറച്ച് എണ്ണ തടവി മൈദപ്പൊടി ടെസ്റ്റിംഗ് ചെയ്തതാണ്. ഇനി ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റ്സ് വെച്ച് കൊടുക്കും. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്യാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.